ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രാജി ഷിബിൻ. നിങ്ങൾക്കെല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കപ്പ ബിരിയാണിയുടേതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കല്യാണ തലേന്നുള്ള സദ്യകളിൽ വളരെ സ്പെഷ്യലായിട്ട് വിളമ്പിയിരുന്ന ഒരു വിഭവമായിരുന്നു ഈ കപ്പ ബിരിയാണി. ഇപ്പോൾ ആ ട്രെൻഡിന് കുറച്ചൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആളുകൾക്ക് കപ്പ ബിരിയാണിയോടുള്ള ഇഷ്ടത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ കപ്പ ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ഇത് വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി അധികം വൈകിക്കാതെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. കപ്പ ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ കപ്പ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണിത്. ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഈ കപ്പ കൊത്തി നുറുക്കിയെടുക്കാനായിട്ട്. ഈ കപ്പയിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നു. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനി കപ്പ വെന്ത് വരുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. ഈ കപ്പ കൊത്തി നുറുക്കിയ കഷ്ണങ്ങൾ മൂടി കിടക്കത്തക്ക വിധത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഞാനിത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഈ കപ്പയിലോട്ട് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ല് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 കിലോ എല്ലാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഇതിന് മുഴനെഞ്ച് എന്നാണ് പറയുന്നത്. ഇതുപോലുള്ള വലുപ്പത്തിലാണ് ഞാൻ ഈ കഷ്ണങ്ങൾ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ എല്ല് തന്നെ മേടിച്ച് കപ്പ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിൽ ആവശ്യത്തിന് നെയ്യുമുണ്ട്, എന്നാൽ ആവശ്യത്തിന് തന്നെ ബീഫിൻ്റെ മീറ്റും ഈ എല്ലിലുണ്ട്. അപ്പോൾ ഇത് തന്നെ ഉപയോഗിച്ച് കപ്പ ബിരിയാണി തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിനകത്തോട്ട് ഒരു വലിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു. ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ കുടം വെളുത്തുള്ളിയാണ് ഇതിലോട്ടിപ്പോൾ ചേർക്കുന്നത്. 4 പച്ചമുളക് നടുവേ കീറിയത് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ പൊടികളാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഈ എല്ല് കറി വെച്ചെടുക്കുന്നതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഞാനിവിടെ 1.5 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയുമാണ് ഞാൻ ഇതിലോട്ട് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാലപ്പൊടി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. പകരം തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ അതിനകത്തോട്ട് ഞാൻ സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചേരുവകളെല്ലാം കൂടി ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു തവി ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ ഇത് നന്നായിട്ട് ഈ എല്ലിൻ്റെ കഷ്ണങ്ങളിലോട്ട് പിടിക്കത്തക്ക വിധം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പം ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണയായിട്ട് ബീഫൊക്കെ വേവിച്ചെടുക്കുമ്പോൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മീറ്റിൽ നിന്നും വെള്ളം ഇറങ്ങി ഇത് വെന്തുകൊള്ളും. പക്ഷേ ഇപ്പം ഞാൻ കപ്പ ബിരിയാണിക്ക് കുറച്ചൊന്ന് ഗ്രേവി വേണമല്ലോ, കപ്പയും കൂടി മിക്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിപ്പോൾ ഈ 1/2 ഗ്ലാസ് വെള്ളമൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ കപ്പ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ കപ്പ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിടുക. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമില്ല, തുറന്നു തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ കപ്പയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 20 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇനി ഞാൻ ഈ കപ്പയിലെ വെള്ളമൊന്ന് ഊറ്റിക്കളയട്ടെ. ഇനി ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുവാണ്. കപ്പ എല്ലിലോട്ട് ചേർക്കുന്നതിന് മുമ്പ് ഇളക്കി വെക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ കപ്പയും എല്ലും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രേവിയുടെ കൂടെ കിടന്നു കഴിയുമ്പോൾ ഈ കപ്പ നന്നായിട്ട് നമുക്ക് പൊടിച്ച് ഇളക്കിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നേരത്തെ ഒന്ന് ഇളക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ. ഇനി ഞാൻ കപ്പ ബിരിയാണിയിലോട്ട് ചേർക്കുന്നതിന് വേണ്ടി തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്.
തേങ്ങ വറുത്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുന്നു. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുത്തരച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കപ്പ ബിരിയാണിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി സമയക്കുറവൊക്കെ ഉണ്ടെങ്കിൽ സാധാരണയായിട്ട് കപ്പയിൽ തേങ്ങ അരച്ച് ഒതുക്കി ചേർക്കാറുണ്ടല്ലോ, അതുപോലെ ചെയ്താലും മതിയാവും. ഇപ്പോൾ ഈ തേങ്ങ വറുത്തത് ഈ ഒരു രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. ഇത് ഹാഫ് റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അത് എരിവിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തി ചേർക്കുക. ഒരു വലിയ കറുവാപ്പട്ട ചേർത്ത് കൊടുക്കുന്നു. 2 തക്കോലം ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ഗ്രാമ്പും 1 സ്പൂൺ പെരിഞ്ജീരകം കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ കപ്പയിലോട്ട് ചേർക്കുന്നതിനുള്ള എല്ല് വേവിച്ചെടുക്കാനായിട്ട് വെച്ചപ്പോൾ അതിലോട്ട് ഗരം മസാലയൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അതിപ്പോൾ ഇതുപോലെ തേങ്ങ വറുത്തെടുക്കുമ്പോൾ ഇതിനകത്തോട്ട് ഫ്രഷ് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഞാൻ ആ സമയത്ത് അത് ചേർക്കാതിരുന്നത്. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത്, അതായത് ഇതുപോലെ ഒരു ഡാർക്ക് ഷെയ്ഡിലോട്ട് മാറി കഴിയുമ്പോഴത്തേനും നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ തേങ്ങ വറുത്ത് വെച്ചത് തണുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെയാണ് എനിക്കിപ്പോൾ ഈ തേങ്ങ വറുത്തത് അരച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതാ ഇപ്പോൾ കപ്പയിലോട്ട് ചേർക്കുന്നതിനുള്ള എല്ലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ അടുപ്പിച്ചാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇത് ഈ ഒരു രീതിയിലാണ് വെന്ത് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇതിലോട്ട് ചേർത്ത സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം തന്നെ ഇതിലോട്ട് നന്നായിട്ട് വെന്ത് ചേർന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ വെന്തിരിക്കുന്ന എല്ലിൻ്റെ കഷ്ണങ്ങളിലോട്ട് നമുക്ക് തേങ്ങ വറുത്തരച്ചതിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കപ്പയും എല്ലും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഇളക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഈ ഉരുളിയിലോട്ട് ആദ്യമേ തന്നെ ഇളക്കി വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കുന്നു. ഇനി ഞാൻ വേവിച്ച് കുക്കറിൽ വെച്ചിരിക്കുന്ന എല്ലിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലോട്ട് ചേർക്കുന്നതിന് കടുക് വറുത്തെടുക്കാം. കടുക് വറുത്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ചീനിച്ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു. ആ കടുക് ഇപ്പോൾ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുന്നു. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളി ഇപ്പം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നടുവേ മുറിച്ചാണ് ഞാൻ ഈ വറ്റൽമുളക് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇളക്കി കൊടുക്കുക. ഇതും ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ഇതും നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കപ്പയിലോട്ട് ചേർക്കാനുള്ള കടുക് വറുത്തത് റെഡി ആയിട്ടുണ്ട്. കടുക് വറുത്തതും കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കപ്പ ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെടുന്നവരെ കൊതിപിടിപ്പിക്കുന്ന സ്മെല്ലാണ് ഇപ്പോൾ ഇത് ഇളക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി കപ്പ ബിരിയാണി കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ തയ്യാറാക്കാൻ അറിയില്ല എന്നും പറഞ്ഞ് ആരും ഇരിക്കരുത്. എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന കപ്പ ബിരിയാണി വളരെ രുചികരമായി തന്നെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.